Hello everyone, welcome to GPod Plus One Commerce and Humanities channel. It's me and Nafi. Yes. വേറെ പ്രശ്നമൊന്നുമില്ലെങ്കിൽ ജൂൺ 18 ബുധനാഴ്ച നിങ്ങൾക്ക് സ്കൂളുകൾ സ്റ്റാർട്ട് ചെയ്യണം. അതിനുവേണ്ടി നിങ്ങൾ ആദ്യം കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്കിപ്പോൾ ഏത് സ്ട്രീമാണ് ലഭിച്ചിട്ടുള്ളത്? കൊമേഴ്സ് ആണോ, ഹ്യൂമാനിറ്റീസ് ആണോ, അത് തന്നെ ഏത് കോഴ്സ് വരുന്നതാണ്? അതായത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വരുന്ന കൊമേഴ്സ് ആണോ, മാത്സ് വരുന്ന കൊമേഴ്സ് ആണോ, പൊളിറ്റിക്സ് വരുന്ന കൊമേഴ്സ് ആണോ, സോഷ്യോളജി വരുന്ന ഹ്യൂമാനിറ്റീസ് ആണോ, ജോഗ്രഫി വരുന്ന ഹ്യൂമാനിറ്റീസ് ആണോ? നിങ്ങളുടെ സ്ട്രീമും കൂടി നിങ്ങൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക? കമൻറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്യുക. കാരണം പ്ലസ് വൺ കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസിലേക്ക് കടക്കാൻ പോകുന്ന ഒരു വിദ്യാർത്ഥി അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. കേരളത്തിലെ പ്ലസ് വണ്ണിൽ കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന ആരൊക്കെ നിങ്ങൾക്ക് അറിയാമോ അവർക്കൊക്കെ അയച്ചു കൊടുക്കുക. കേരളത്തിലെ പ്ലസ് വൺ കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള ഒരു എക്സ്ക്ലൂസീവ് ചാനലാണ് നമ്മുടെ ഈ ഒരു ചാനൽ. നിങ്ങൾക്ക് വേണ്ട ക്ലാസ് കണ്ടന്റുകൾ, ഇടയ്ക്കിടയ്ക്ക് ലൈവുകൾ ഉണ്ട്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ തരുന്നത് നമ്മുടെ ഈ പ്ലസ് വൺ കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ചാനലാണ്. അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മക്കളെ, നിങ്ങൾ ശ്രദ്ധിച്ചോ, അതായത് നിങ്ങൾ പ്ലസ് വണ്ണിലേക്ക് എത്തിയിട്ടുണ്ട്, നിങ്ങൾ SSLC കഴിഞ്ഞു, പ്ലസ് വണ്ണിലേക്ക് എത്തി. ചില കുട്ടികൾക്ക് സീറ്റ് കിട്ടാത്തവരുണ്ടാവും, അവർ ടെൻഷൻ അടിക്കേണ്ട, അവർക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ബാക്കിയുണ്ട്, അത് തന്നെ ഓൾമോസ്റ്റ് എല്ലാവർക്കും സീറ്റ് സെറ്റ് ആവട്ടോ. അപ്പോൾ നിങ്ങൾ SSLC നിന്ന് പ്ലസ് വണ്ണിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾക്കകത്ത് ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഒന്നാമത്തെ മാറ്റം എന്ന് പറഞ്ഞാൽ മാർക്കിനാണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ് അല്ലേ? അത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ഗ്രേഡിനല്ല, ഗ്രേഡിനേക്കാൾ ഉപരി മാർക്കിനാണ് നിങ്ങൾക്ക് പ്ലസ് വണ്ണിന് ഇമ്പോർട്ടൻസ്. അതായത് 80-ൽ 24 കിട്ടിയെന്നാണ് പറയുക, അല്ലാതെ 80-ൽ D+ ആണോ A+ ആണോ ചോദിക്കുന്നതിന് പകരം നിങ്ങൾക്ക് മാർക്കിനാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നിങ്ങൾക്ക് മാർക്കിലേക്ക് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് വരുന്നൊരു സമയമാണിത്, നിങ്ങളുടെ പ്ലസ് വൺ കാലഘട്ടം എന്ന് പറയാം. പിന്നെ മൊത്തം നിങ്ങൾക്ക് ഉണ്ടാവുക 6 സബ്ജക്റ്റാണ്. അതിൽ 80 മാർക്കിൻ്റെ സബ്ജക്റ്റും ഉണ്ടാവും, 60 മാർക്കിൻ്റെ സബ്ജക്റ്റ് ഉണ്ടാവും. നിങ്ങൾ ശ്രദ്ധിക്കണം, എന്താടാ ഈ 80 മാർക്കിൻ്റെ സബ്ജക്റ്റ് ഉണ്ടാവും, 60 മാർക്കിൻ്റെ സബ്ജക്റ്റ് ഉണ്ടാവും. അപ്പോൾ ഈ 6 സബ്ജക്റ്റിൽ ഒന്ന് ഇംഗ്ലീഷ് ആയിരിക്കും, ഒന്ന് ലാംഗ്വേജ് ആയിരിക്കും. ലാംഗ്വേജ് തന്നെ ഹിന്ദി, അറബി, മലയാളം, സംസ്കൃതം, ഉറുദു ഒക്കെ വരും. അപ്പോൾ നിങ്ങൾ ഏത് സെക്കൻഡ് ലാംഗ്വേജ് ആണ് എടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യട്ടോ. അപ്പോൾ നിങ്ങൾ സെക്കൻഡ് ലാംഗ്വേജ് ഏതാണെന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ 6 സബ്ജക്റ്റിൽ 80 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ നിങ്ങൾ മിനിമം 30% മാർക്ക് നേടിയാൽ മാത്രമേ നിങ്ങൾ പാസ്സാവുള്ളൂ. SSLCയെ കമ്പയർ ചെയ്യുമ്പോൾ പ്ലസ് വണ്ണിൻ്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ മാറ്റുന്നുണ്ട്. കണ്ടൻറ്റാണ് ഏറ്റവും കൂടുതൽ മാറിയത്. SSLCയുടെ 3 ഇരട്ടി നിങ്ങൾക്ക് എവിടെ പഠിക്കാനുണ്ട്? പ്ലസ് വണ്ണിൽ പഠിക്കാനുണ്ട് കേട്ടോ. ആ കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കുക. SSLC എന്ന് പറയുന്നതിനേക്കാൾ 3 ഇരട്ടി, അതായത് 3 SSLCയുടെ കാര്യങ്ങൾ കൂട്ടി വെച്ച് അത്രയും നിങ്ങൾക്ക് പ്ലസ് വണ്ണിൽ പഠിക്കാനുണ്ട്. ക്വസ്റ്റ്യൻ പാറ്റേൺ മാറുന്നുണ്ട്, ക്വസ്റ്റ്യൻ ലെവൽ മാറുന്നുണ്ട്, കണ്ടൻറ്റ് മാറുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വിഷയത്തിലാണ് നിങ്ങൾ ഓരോ വിഷയത്തിലും 30% മാർക്ക് റിട്ടേൺ എക്സാമിൽ, നിങ്ങൾ എക്സാം ഹാളിൽ പോയി എഴുതുന്ന റിട്ടേൺ എക്സാമിൽ നിങ്ങൾ 30% മാർക്ക് നേടിയിരിക്കണം. അതായത് 80-ൽ 24-ഉം 60-ൽ 18-ഉം ഓരോ വർഷവും നിങ്ങൾ നേടിയാൽ മാത്രമേ നിങ്ങൾ രക്ഷപ്പെടുള്ളൂ. അപ്പോൾ ഈ മിനിമം മാർക്ക് അക്വയർ ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് പണിയുള്ള കാര്യമാണ്. കാരണം നിങ്ങൾ 10ാം ക്ലാസ്സിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ പാറ്റേൺ സിമ്പിളായിരുന്നു, സബ്ജക്റ്റുകളൊക്കെ ഈസി ആയിരുന്നു. പക്ഷേ പ്ലസ് വണ്ണിൽ നിങ്ങൾ അടിമുടി മാറാൻ പോവാണ്. അപ്പോൾ അതിനുള്ള സൊല്യൂഷൻ ഒന്ന് മാത്രമേ ഉള്ളൂ, കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുക, പഠിക്കാൻ തീരുമാനിക്കുക. ആഴ്ചയിൽ ഒരു 5 ദിവസമെങ്കിലും നിങ്ങൾ പഠിക്കാനായിട്ട് മാറ്റുകയാണ്. SSLCയെ പോലെ എക്സാമിന് തലേന്ന് മാത്രമുള്ള യൂട്യൂബ് ലൈവ് കണ്ടിട്ടോ, എക്സാമിന് തലേന്ന് മാത്രം പഠിച്ചത് കൊണ്ടോ നിങ്ങൾ പ്ലസ് വൺ പാസ്സാവില്ല. കഴിഞ്ഞ വർഷത്തെ വിജയ ശതമാനം നോക്കുകയാണെങ്കിൽ പല സ്ട്രീമുകളും കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് ഒക്കെ 80% താഴെയാണ്. എന്ന് വെച്ചാൽ ഒരു ക്ലാസ്സിൽ 100 കുട്ടികളുണ്ടെങ്കിൽ 20-ലധികം കുട്ടികൾ തോറ്റു പോകുന്നു. ഒരു ബെഞ്ചിൽ ഒരാൾ വെച്ച് തോൽക്കാൻ ചാൻസ് ഉണ്ട്. അത്രത്തോളം കുട്ടികൾ പ്ലസ് വണ്ണും പ്ലസ് ടുവിനും എന്ത് ചെയ്യുന്നുണ്ട്? തോൽക്കുന്നുണ്ട്. ആ തോൽക്കാനുള്ള കാരണം എന്താ? അവർ പഠിക്കാത്തതുകൊണ്ടാണ്. സ്ഥിരമായിട്ട് പഠിക്കുന്നില്ല, എഫേർട്ട് ഇട്ട് പഠിക്കുന്നില്ല. നിങ്ങൾ സ്ഥിരമായിട്ട് കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ, എഫേർട്ട് ഇട്ട് പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളെ തേടി ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് വരും. അപ്പോൾ നിങ്ങൾ പഠിക്കാതെ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യില്ല? പ്ലസ് വൺ പാസ്സാവില്ല. പലരുടെയും വിചാരം SSLCയെ പോലെ എക്സാമിന് തലേന്നത്തെ ലൈവ് കണ്ടതുകൊണ്ട് മാത്രം പാസ്സാവാന്നാ. നടക്കില്ലടാ, നടക്കില്ല, അത് നടക്കാൻ പോകുന്നില്ല. നിങ്ങൾ ആഴ്ചയിൽ 5 ദിവസം 3 മണിക്കൂർ വെച്ച് പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, ആഴ്ചയിൽ 5 ദിവസം 3 മണിക്കൂർ വെച്ച് നിങ്ങൾ പഠനത്തിനായിട്ട് ടൈം മാറ്റി വെക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ റിസൾട്ട് കിട്ടുന്നുള്ള കാര്യം ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ പ്ലസ് വൺ സൂപ്പർ ബാച്ച് ഉണ്ട്. നിങ്ങൾ കൊമേഴ്സ് പഠിക്കുകയാണെങ്കിലും ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിലും നിങ്ങൾക്ക് പ്ലസ് വണ്ണിൻ്റെ സൂപ്പർ ബാച്ച് ഉണ്ട്. ആ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്യാനുള്ള ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ ഫില്ല് ചെയ്ത് നമ്മുടെ ടീം നിങ്ങളെ വിളിക്കും. നിങ്ങൾക്ക് പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ knafi.eduport എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചോ, ഞാൻ ജോയിൻ ചെയ്യേണ്ട കാര്യങ്ങൾ അവിടെ പറഞ്ഞു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് 2 രീതിയിൽ ജോയിൻ ചെയ്യാം. ഒന്ന് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുള്ള ഗൂഗിൾ ഫോമിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് നിങ്ങൾ ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ knafi.eduport എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചോ, ബാക്കി കാര്യങ്ങൾ അവിടെ സെറ്റാക്കി തരും. അപ്പോൾ നിങ്ങൾ നമ്മുടെ എഡ്യൂപോർട്ടിൻ്റെ സൂപ്പർ ബാച്ച്, നിങ്ങൾ കൊമേഴ്സ് ആണെങ്കിലും ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും എഡ്യൂപോർട്ടിൻ്റെ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ചാൽ ഈ 30% മാർക്കല്ല, ഫുൾ മാർക്ക് നേടാൻ പറ്റും. നിങ്ങൾക്ക് എക്കണോമിക്സ് ആണെങ്കിലും അക്കൗണ്ടൻസി ആണെങ്കിലും ഹിസ്റ്ററി ആണെങ്കിലും പൊളിറ്റിക്സ് ആണെങ്കിലും എല്ലാ സബ്ജക്റ്റിലും നിങ്ങൾക്ക് ഫുൾ മാർക്ക് നേടാൻ പറ്റും. അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും എഡ്യൂപോർട്ടിൻ്റെ ആപ്പിലുണ്ട്. പിന്നെ നിങ്ങൾക്ക് ചില സബ്ജക്റ്റുകൾ 60 മാർക്കിനായിരിക്കും. ഇപ്പോൾ കൊമേഴ്സ് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, അതായത് 60 മാർക്കിൻ്റെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രാക്ടിക്കലുള്ള സബ്ജക്റ്റാണ്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, അക്കൗണ്ടൻസി, അതേപോലെ തന്നെ ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ ജോഗ്രഫി, അതൊക്കെ എന്താണ്? 60
60 മാർക്കിൻ്റെ സബ്ജക്റ്റാണ്. അപ്പോൾ പ്രാക്ടിക്കലുള്ള വിഷയങ്ങൾ എന്തായിരിക്കും? 60 മാർക്കിനായിരിക്കും. പിന്നെ നിങ്ങൾക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലും എക്സാം എഴുതട്ടോ. ഇന്ന ലാംഗ്വേജിൽ തന്നെ എക്സാം എഴുതാവുന്നില്ല. നിങ്ങൾക്ക് മലയാളത്തിലും ഇംഗ്ലീഷ് എക്സാം എഴുതാം, ഇംഗ്ലീഷിലും എക്സാം എഴുതാം. നിങ്ങൾക്ക് ഏത് ലാംഗ്വേജ് ആണോ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും, അതിൽ നിങ്ങൾക്ക് എഴുതാം. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ നിങ്ങൾ ഹയർ സ്റ്റഡീസ്, നിങ്ങൾ CUT കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് പോലെയുള്ള എക്സാമുകൾ എഴുതി നിങ്ങൾക്ക് ഇന്ത്യയിലെ ടോപ്പ് യൂണിവേഴ്സിറ്റീസിൽ പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ബെറ്റർ യു ഹാവ് റൈറ്റ് എക്സാംസ് ഇൻ ഇംഗ്ലീഷ്. നിങ്ങൾ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് വാങ്ങുക, ഇംഗ്ലീഷിൽ തന്നെ എക്സാം എഴുതി ശീലിച്ചാൽ നിങ്ങൾക്ക് ഹയർ സ്റ്റഡീസിന് പോകുമ്പോൾ അത് കുറേ കൂടി യൂസ്ഫുൾ ആവും. ഇനി നിങ്ങൾക്ക് കേരളത്തിൽ തന്നെ യൂണിവേഴ്സിറ്റീസിൽ പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ മലയാളത്തിൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പ്രശ്നമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ ഇംഗ്ലീഷിൽ നിന്ന് എക്സാം എഴുതുമ്പോൾ നിങ്ങൾ ഹയർ സ്റ്റഡീസിന് അത് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. പിന്നെ +1 മറ്റൊരു സ്കീമാണ് ഡബിൾ പാസ്. അതായത് ശരിക്കും +1 +2 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ എക്കണോമിക്സിൻ്റെ എക്സാമ്പിൾ നമ്മൾ എടുക്കുന്നു. എക്കണോമിക്സ് +1 പിന്നെ +1 ഒന്നുകൂടി ചെയ്തിട്ട് മക്കളെ. ഓക്കെ, എക്കണോമിക്സിൻ്റെ കാര്യം നമ്മൾ എടുക്കുന്നു. +1 എക്കണോമിക്സ് 80 മാർക്കിനാണ് റിട്ടേൺ എക്സാം, +2 എക്കണോമിക്സും 80 മാർക്കിനാണ്. അപ്പോൾ ഈ 80 കൂടി 160. നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രേഡ് കാർഡ് വരുമ്പോൾ TE എന്ന് പറഞ്ഞ സംഭവം റിട്ടേൺ എക്സാം 160. ഈ 160-ൽ 48 മാർക്ക് കിട്ടിയാലേ നിങ്ങൾ +1 +2 കൂടി പാസ്സാവുള്ളൂ. നിങ്ങൾക്ക് 160-ൽ 48 മാർക്ക് കിട്ടിയാൽ മാത്രമേ നിങ്ങൾ +1 +2 കൂടി പാസ്സാവുള്ളൂ. പക്ഷേ നിങ്ങൾ +1 തന്നെ 80-ൽ 50 മാർക്ക് അല്ലെങ്കിൽ 80-ൽ 48 മാർക്ക് നേടിയായിരിക്കുക. നിങ്ങൾ +1 തന്നെ 48 അതിലധികമോ മാർക്ക് നേടിയാൽ നിങ്ങൾ +1ലേക്കും +2ലേക്കും എന്തായി, പാസ്സായി. നിങ്ങൾ 80-ൽ മോർ ദാൻ 48 48 അതിലധികമോ മാർക്ക് നേടിയാൽ നിങ്ങൾ +1ലേക്കും +2ലേക്കും എന്തായിട്ടുണ്ട്, പാസ്സായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതാണ് ഡബിൾ പാസ്. ഒരു ആദ്യ വർഷം തന്നെ 2 കൊല്ലത്തേക്ക് കൂടി മാർക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതെടുക്കുക. പക്ഷേ നിങ്ങൾക്ക് ജസ്റ്റ് പാസ്സായ പോരാ, നമുക്ക് നല്ല മാർക്ക് വേണം. അപ്പോൾ ഈ 160-ൽ 160 വാങ്ങാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം. അതിനുള്ള സൊല്യൂഷനാണ് സൂപ്പർ ബാച്ച്. അപ്പോൾ 80-ൽ 48 മാർക്ക് നിങ്ങൾ +1 നേടുകയാണെങ്കിൽ, ഇനി 60 മാർക്കിൻ്റെ വിഷയമാണെങ്കിൽ 60-ൽ 36 മാർക്ക് നിങ്ങൾ ഫസ്റ്റ് ഇയർ നേടുകയാണെങ്കിൽ നിങ്ങൾ എന്തായി, പാസ്സായിട്ടുണ്ടെന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ ഡബിൾ പാസ് എന്നുള്ളൊരു സംഭവം കൂടി +1 വരുന്നുണ്ട്. അപ്പോൾ ഇത്തരം മാറ്റങ്ങൾ നിങ്ങൾക്ക് +1 ഉണ്ട്. അപ്പോൾ SSLC അല്ല +1, 3 ഇരട്ടി പഠിക്കാനുണ്ട്, ക്വസ്റ്റ്യൻ പാറ്റേൺ മാറുന്നുണ്ട്, ക്വസ്റ്റ്യൻ ലെവൽ മാറുന്നുണ്ട്, കാര്യങ്ങളൊക്കെ മറയുന്നുണ്ട്. അപ്പോൾ മക്കളെ, നിങ്ങൾ എഫേർട്ട് ഇടാൻ തയ്യാറാവണം, നിങ്ങൾ കഷ്ടപ്പെടാൻ തയ്യാറാവണം. നമ്മുടെ സൂപ്പർ ബാച്ചിൻ്റെ കൂടി പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളെ തേടി ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് തന്നെ വരുന്നുള്ള കാര്യം വീണ്ടും ആവർത്തിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.